അപ്പോൾ ഈ റെസിപ്പി റെഡിയാക്കാനായിട്ട് ആദ്യം മിക്സിയുടെ ജാർ എടുക്കുക. ചെറിയ ജാറാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ആദ്യം തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരല്പം കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ കഷ്ണം പട്ട, ഗ്രാമ്പു അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു പകുതി സവാളയാണ്. പിന്നെ വേണ്ടത് അരമുറി തക്കാളിയാണ്. പിന്നെ കുറച്ച് മല്ലിയില, ഒരു പിടി മല്ലിയില. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് കൂടി വേണം കേട്ടോ അരച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ എല്ലാവരും മറന്നു പോകുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരല്പം ഉപ്പാണ്, 1/2 ടീസ്പൂൺ ഉപ്പ്. നമ്മളിവിടെ കുറച്ച് ചിക്കൻ മാത്രമാണ് എടുത്തിട്ടുള്ളൂ. ഇത് ചിക്കനിലേക്കുള്ള അരപ്പാണ്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരു 100 ഗ്രാമോളം ചിക്കൻ മാത്രമാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇത് അൽഫാം മസാലയാണ്. ഈ മസാല കൂട്ടിയിട്ട് വേണം ഈ ചിക്കൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാൻ. നന്നായി തേച്ച് പിടിപ്പിക്കുക. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഇത് നമുക്ക് ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതല്ല ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ടൈം ഉണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഫ്രൈ ചെയ്ത് എടുക്കുക അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത് എടുക്കാൻ ടൈമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് വേണം കേട്ടോ നമ്മളത് പൊരിച്ചെടുക്കാനായിട്ട്. സാധാ വെളിച്ചെണ്ണയിലല്ല, സൺഫ്ലവർ ഓയിലാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. എങ്കിലാണ് ആ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടുള്ളൂ. നമുക്ക് അൽഫാമിൻ്റെ ആ ഒരു ഫ്ലേവറിൽ വേണം കിട്ടാനായിട്ട്. നമ്മൾ സാധാ മസാല റെഡിയാക്കുന്നതിനേക്കാളും ഒരുപടി ടേസ്റ്റ് കൂടുതലാണ് ഇങ്ങനെ ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മൾ സമൂസയൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. രണ്ട് പുറം നന്നായി മൊരിഞ്ഞതിന് ശേഷം നമുക്കത് കോരിയെടുക്കാം. ഈ ഒരു ഓയിലിൽ തന്നെ നമുക്കിനി സവോള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു 2 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് കൊത്തിയരിഞ്ഞിട്ടാണ്, ഒരുപാട് ചെറുതായിട്ടല്ല എങ്കിലും അത്യാവശ്യം വലുപ്പത്തിലാണ് കൊത്തിയരിഞ്ഞിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഒന്ന് വഴന്ന് കിട്ടട്ടെ കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി കൂടി ചതച്ചതാണ്. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയില നന്നായി ഒന്ന് കൊത്തിയരിഞ്ഞിട്ട് എടുക്കണം. അതുകൂടി ഇട്ട് കൊടുക്കുക, ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്ന പൊടികളെന്ന് പറയുന്നത് മന്തി മസാല മാത്രമാണ്. വേറൊരു മസാലയും നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല. അത് ഒരു 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. മന്തി മസാല സിമ്പിളാണ് റെഡിയാക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്കത് വാങ്ങാനായിട്ടാണെങ്കിലും കിട്ടും. അതുകൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ അതൊന്ന് കൈകൊണ്ട് പിച്ചിയെടുത്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ. അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നുമില്ല, നമ്മൾ സമൂസ ഷീറ്റ് എടുക്കുക. സമൂസ ഷീറ്റിൽ സമൂസ ആക്കുന്ന പോലെ തന്നെ ഫില്ലിംഗ് ആക്കിയിട്ട് മടക്കിയെടുക്കുക. അതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുക. എൻ്റെ സമൂസ ഷീറ്റ് ജസ്റ്റ് പൊട്ടി പോകുന്നുണ്ടായിരുന്നു, എന്താണെന്നറിയില്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് മടക്കുന്നത് കാണിക്കാൻ പറ്റാതിരുന്നത്. 2-3 എണ്ണം നശായതിന് ശേഷമാണ് പിന്നെ അത് റെഡിയായി കിട്ടിയത്. സമൂസ ഷീറ്റ് പൊട്ടി പോകുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മടക്കുമ്പോൾ കറക്റ്റായിട്ടൊന്ന് മടക്കിയിട്ട് എടുക്കുക. അതിന് ശേഷം പൊരിച്ചിട്ടെടുക്കുക. 2 പുറം തിരിച്ചും മറിച്ചിട്ട് ലൈറ്റൊരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് പൊരിച്ചിട്ട് എടുക്കുക. ഇത്രയുള്ള പണി. നമ്മുടെ ഈ ഫില്ലിംഗ് ആണ് പ്രത്യേകത. അൽഫാം മസാല ആയതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമ്മൾ സാധാ സമൂസ, ചിക്കൻ സമൂസ ഒക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റല്ല, ഇതിന് വേറൊരു ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഇതുപോലുള്ള കൂടുതൽ റെസിപ്പീസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.